അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് ജബ്ബാർ വമാ അദറാക മാ സഖർ എന്ന് തുടങ്ങിയുള്ള ആയത്തിൽ നരകത്തെ സംബന്ധിച്ചുള്ള ഈ പരാമർശം, ആ പരാമർശത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ജബ്ബാർ ഇത് പരിഹസിക്കുമ്പോൾ ജബ്ബാറിന് പിൻബലമേകുന്ന ക്രിസംഖികൾ, അതുപോലെ സംഘപരിവാറിലെ ആളുകൾ, ഇവരൊക്കെ ചിലപ്പോൾ അത് കേട്ട് ചിരിക്കുകയും കയ്യടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ജബ്ബാറിൻ്റെ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ നരകത്തെയും സ്വർഗത്തെയും സംബന്ധിച്ചുള്ള പരാമർശം അത് ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയല്ല എന്നുള്ളതാണ്. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മതങ്ങളും, ഈ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഒന്നായിരുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. ഈ മതങ്ങളിലൊക്കെ സ്വർഗനരകങ്ങളെ സംബന്ധിച്ചും, അതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ വിചാരണ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അത് ബൈബിൾ വായിച്ചാൽ കിട്ടും, ഈ ഹൈന്ദവ വേദങ്ങൾ വായിച്ചാൽ കിട്ടും, പുരാണങ്ങൾ വായിച്ചാൽ കിട്ടുമൊക്കെ കിട്ടുന്നതാണ്. അതിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹിജർ 15-ാമത്തെ സൂറത്തിൽ അതിൻ്റെ 44-ാമത്തെ വചനം അതിൽ പറയണത്, ലഹാ സബ്അത്തു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസുഉം മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലഹാ സബ്അത്തു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസുഉം മഖ്സൂം. ഈ 7 കവാടങ്ങളിൽ ഓരോ കവാടത്തിനും മനുഷ്യരിലെ കുറ്റവാളികളുടേതായിട്ടുള്ള ഓരോ വിഭാഗമുണ്ട് എന്നാണ്. അപ്പോൾ 7 കവാടങ്ങളിലൂടെ ഓരോ വിഭാഗം നരകത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ഇത് പറയുന്നത് മനുഷ്യനെ ഒന്ന് പരലോകബോധമുണ്ടാക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരുന്നുള്ള ബോധം ഉണ്ടാക്കുക, അതുവഴി അവൻ്റെ ഐഹിക ജീവിതത്തിൽ നീതിയും ന്യായവും ധർമ്മവും നന്മയും ഒക്കെ വളർത്തിയെടുക്കുക, തിന്മയിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് അവനെ തടയുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും. സ്വർഗനരകങ്ങളെ പരാമർശിച്ചിട്ടുള്ള ഹിന്ദുമതമാവട്ടെ, ക്രിസ്തുമതമാവട്ടെ, ജൂതമതമാവട്ടെ, അങ്ങനെയുള്ള ഏത് മതങ്ങളും അതിലൂടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ നന്മ, അതിനെ സത്യത്തിലേക്ക്, നീതിയിലേക്ക്, നന്മയിലേക്ക് വഴി നടത്താനുള്ളതാണ്. ഇനി ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടാൽ നരകത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നരകത്തെപ്പറ്റി പറയുന്നത്, ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പാപകർമ്മത്തിനും തക്ക ശിക്ഷ നരകത്തിൽ അനുഭവിക്കുന്നു. നരകങ്ങൾ 28 കോടിയുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. 28 കോടി നരകമുണ്ട് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതേ അവസരം ഖുർആനിൽ പറയുന്നത് ഒരു നരകം, ആ നരകത്തിൻ്റെ 7 കവാടങ്ങൾ. ആ കവാടങ്ങൾക്ക് ഓരോന്നിനും ഓരോ പേര് ആണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നരകത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത പ്രയോഗങ്ങൾ എന്നാണ് പണ്ഡിതന്മാരുടെ മതം. ഇവിടെ ഹിന്ദുമതം അനുസരിച്ച് 28 കോടി നരകങ്ങളുണ്ട്. ആ 28 കോടി നരകങ്ങളിൽ തന്നെ 21 നരകങ്ങൾ മുഖ്യമായിട്ടുള്ളതാണ്. 21 നരകം വളരെ മുഖ്യമായിട്ടുള്ളതാണ് എന്നാണ്. ആ 21 നരകങ്ങൾ ഏതൊക്കെയാണ്? താമിശ്രം, അതുപോലെ തന്നെ അന്ധതാമിശ്രം, മഹാരൗരവം, രൗരവം, നരകം, കാലസൂത്രം, മഹാനരകം, സജ്ജീവനം, മഹാവീജി, തപനം, സമ്പ്രതാപനം, സംഹാദം, സകാകോലം, കൂഡ്മലം, പ്രതിമൂർത്തികം, ലോഹശങ്കം, ഇർജിഷം, പന്ഥാനം, ശാൽമലീനദി, അസിപത്രവനം, ലോഹധാരകം എന്നിവയാണ് ഈ 21 നരകങ്ങൾ എന്ന് പറയുന്നതെന്നാണ് ഹിന്ദുമത പുരാണങ്ങൾ പറയുന്നത്. ഈ നരകത്തിലെ വളരെ പ്രധാനപ്പെട്ട നരകങ്ങളാണ് ഈ 21 എണ്ണം.
അപ്പോൾ കോടിക്കണക്കിന് നരകങ്ങളിൽ അതിൽ തന്നെ 21 പ്രധാന നരകങ്ങളെ സംബന്ധിച്ച് ഹിന്ദുമതം പറയുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഈ മതങ്ങളൊക്കെ തന്നെയും നരകത്തെയും സ്വർഗത്തെയും പറ്റി പറയുമ്പോൾ ഇവിടെ ബുദ്ധിയുള്ള ശാസ്ത്രബോധമുള്ള, ജബ്ബാറിൻ്റെ ഭാഷയിൽ ശാസ്ത്രബോധമുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ നിലവിലെ മതങ്ങൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, അവയുടെ ആരാധനകളിൽ, അതിൻ്റെ വിശ്വാസങ്ങളിലൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ മതങ്ങളെ അത്രയും ഈ നരകസ്വർഗങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നു? അപ്പോൾ ഈ ഒരു ആശയപരമായിട്ടുള്ള ഐക്യം, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മറ്റ് രംഗത്തൊക്കെ ഉള്ളതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു കാഴ്ചപ്പാട് ഈ മതങ്ങൾക്കുണ്ടായി? ഇത് ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാമിൻ്റെ മാത്രം അതായത് നിലവിലെ ഇസ്ലാം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഇസ്ലാമാണ്. അപ്പോൾ നിലവിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രബോധിതമായിട്ടുള്ള ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയല്ല എന്നും ലോകത്തുള്ള എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഈ നരക സ്വർഗങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അധ്യാപനം എന്നതും മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിഹാസ രീതിയിലുള്ള സമീപനം ഇതിൻ്റെ നേരെ കൊണ്ടു നടക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നാസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമില്ല, മതമില്ല, മരണാനന്തര ജീവിതമില്ല, ആകപ്പാടുള്ളത് ഈ ലോകത്തുള്ള ജീവിതമാണ്, അതോടുകൂടി കഴിഞ്ഞാലെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിശ്വാസമെങ്കിൽ അത് ഒരു വശത്ത് അവർ വിശ്വസിച്ചു കൊള്ളട്ടെ, അതിന് നമ്മൾക്ക് വിരോധമൊന്നുമില്ല. കാരണം ഏതൊരു മനുഷ്യനും അവൻ്റെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് വിശ്വാസവും വെച്ച് പുലർത്താം. പക്ഷേ ഈ മതങ്ങളെ മൊത്തത്തിൽ തന്നെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ഇവർ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കെണിയിൽ അകപ്പെട്ടു പോയിട്ടുള്ളത് എന്ന് അവർ സ്വയം തന്നെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏതൊരു കാര്യവും തങ്ങളത് അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് കാര്യമില്ലാതാവുമല്ലോ. അപ്പോൾ സംഗതി ഉണ്ടോ ഇല്ലേ എന്നത് വീണ്ടും വീണ്ടും ചിന്തിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതില്ല എന്നുള്ളതാണ് ഇവരുടെ ദുര്യോഗത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ജബ്ബാർ ഈ നരകത്തെ സംബന്ധിച്ചുള്ള സൂറത്ത് മുദ്ദസിറിലെ മറ്റൊരു പ്രയോഗം അലൈഹ തിസ്അത അശർ എന്ന പ്രയോഗമാണ് ഉപരെടുത്തിട്ടുള്ളത്. ആ നരകത്തിൻ്റെ ബാധ്യത 19 ആളുകളിലാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അലൈഹ തിസ്അത അശർ എന്ന് പറഞ്ഞാൽ ആ നരകത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ 19 ആളുകളുണ്ട് എന്നാണ്. ഈ 19 ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? 19 ആളുകളുടെ പേര് എന്ന് പറയുന്നത് മലക്കുകളാണ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ. ഈ മലക്കുകളുടെ ശക്തിയും കഴിവും എന്ന് പറയുന്നത് ഇവിടെ 19ൻ്റെ ആവശ്യമൊന്നുമില്ല. ജബ്ബാറിൻ്റെ ചോദ്യം, കോടാനുകോടി മനുഷ്യർ കടന്നു ചെല്ലേണ്ടുന്ന നരകത്തിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കാനും ശിക്ഷിക്കാനുള്ളത് 19 പേരാണോ എന്നാണ്. ജബ്ബാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മലക്കിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ജബ്ബാറിനെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യപ്പുഴു. അങ്ങനെയാണ് അദ്ദേഹം ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യപ്പുഴു. ഈ മനുഷ്യപ്പുഴുവിൻ്റെ ശക്തിയും മലക്കിൻ്റെ ശക്തിയും ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് എല്ലാ മതങ്ങളും പറയുന്ന സംഗതിയാണ്, വേദങ്ങളും പറയുന്ന സംഗതിയാണ്. മനുഷ്യൻ്റെ ശക്തി ഒരിക്കലും മലക്കിൻ്റെ ശക്തിയുമായി തുലനപ്പെടുത്താൻ പറ്റുകയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് പരിക്ഷീണനായി വരുമ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്ത് വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, മലകളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, ആ മലക്ക് താങ്കളെ സമീപിക്കും. അപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ ഈ തായിഫിന് ചുറ്റുമുള്ള മലകൾ എടുത്തിട്ട് മറിച്ചിട്ടിട്ട് ഈ ജനതയെ നശിപ്പിക്കാൻ താങ്കൾക്ക് ആ മലക്കിനോട് നിർദ്ദേശിക്കാം എന്നാണ്. അതായത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇംഗിതമറിയാൻ വേണ്ടി അയക്കുകയാണ് മലക്കിനെ. ആ കാര്യം ജിബ്രീൽ മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മലക്കിന് ഈ മലകളൊന്നായിട്ട് മലകളൊന്നായിട്ട് മറിച്ചിടാൻ കഴിയും.
ഇവിടെ ഏത് മനുഷ്യനാണ് സാധ്യമാവുക? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈക്കൊണ്ട സമീപനം എന്തായിരുന്നു? തന്നെ മർദ്ദിച്ച് കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ച ജനതയെ സംബന്ധിച്ച് മലക്ക് വന്ന് അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ മലകൾ ഇവരുടെ മേൽ മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? റബ്ബി ഗുഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. നാഥ, എൻ്റെ ജനതയോട് പൊറുക്കണം, അവർ വിവരമില്ലാത്തവരാണ് എന്നാണ്. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഇവരോട് പൊറുക്കണമേ, ദൈവമേ ഇവരോട് പൊറുക്കണമേ, ഇവർ അറിവില്ലാത്തവരാണ്. ഇത് നമ്മളൊക്കെ എടുത്ത് പറയാറുണ്ട്. ഇതേ സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മൊത്തത്തിൽ തന്നെ കാരുണ്യത്തിൻ്റെ വാഹകരായിരുന്നു. അതിൽ ഈസാ നബിയും മുഹമ്മദ് നബിയും ഒക്കെ തുല്യരാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈസാ നബിയുടെ കാരുണ്യത്തെക്കാൾ മുഴച്ചു നിൽക്കുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്ന് പറയാം. അപ്പോൾ ഇവരൊക്കെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ശത്രുക്കളെ ഒരു ഘട്ടത്തിൽ അവരെ നശിപ്പിക്കരുത്, അവർ വിവരമില്ലാത്തവരാണ്, ഇവരല്ലെങ്കിൽ ഇവരുടെ ഭാവി തലമുറയെങ്കിലും ഞങ്ങൾ ഈ പറയുന്ന തത്വം അംഗീകരിച്ചാൽ അവർക്ക് നിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ള പ്രത്യാശയാണ് ഈ ഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്മാർ മുമ്പോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നരക സ്വർഗങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം ജബ്ബാർ പരിഹസിക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞ ഇസ്ലാമിൽ പറയുന്ന നരകസ്വർഗങ്ങളെയാണ് പരിഹസിക്കുന്നതെങ്കിലും ഈ പരിഹാസം ഈ ലോകത്തുള്ള വിശേഷിച്ചും നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ഹിന്ദുമതം, ക്രിസ്തുമതം, ജൂതമതം, ഇസ്ലാം മതം പോലെ എല്ലാ മതങ്ങൾക്കും കൊള്ളുന്ന ഒരു പരിഹാസമാണെന്നുള്ളത് ജബ്ബാർ മനസ്സിലാക്കണം. ജബ്ബാറിനെ ഇതിന് പ്രേരിപ്പിക്കുന്ന, അയാൾക്ക് കയ്യടി നൽകുന്ന ഇങ്ങനെയുള്ള ഈ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെയുള്ള ആളുകളും അത് മനസ്സിലാക്കുന്നത് അവർക്ക് കൂടി നല്ലതാണ് എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.